Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിഷാണ് ക്യാരറ്റ് മെഴുക്കുവരട്ടി. മധുരമാണെന്നും പറഞ്ഞ് ചിലരെങ്കിലും ഇത് ഒഴിവാക്കുന്നുണ്ടാവും. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 3 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒരുപാട് അങ്ങ് വെന്ത് പോവരുത്. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ മെഴുക്കുവരട്ടി കൊള്ളത്തില്ല. ഇപ്പൊ ഇതായിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറി വരാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു സവോള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അത് ഓർത്ത് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പൊ സവോള നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ ഒരു ലേശം ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പൊ മുളകിന്റെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് വറ്റൽമുളക് ചേർത്തതിന് പകരം പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയേ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്നുണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന് മധുരം ഒന്നുമില്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.